നമസ്കാരം. നമ്മുടെ നാട്ടുകാരൊക്കെ പണ്ടേ പറഞ്ഞ് പാടിപ്പുകഴ്ത്തി ചിരിച്ച് തള്ളിക്കളഞ്ഞ് പരിഹാസപൂർവ്വം തള്ളിക്കളഞ്ഞുകൊണ്ടിരിക്കുന്ന ഒട്ടേറെ കഥകളുടെ അശ്ലീല കഥകളുടെ ഒരു കെട്ടുകാഴ്ചയാണ് ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന പേരിൽ നമ്മുടെ നാട് ആഘോഷമാക്കുന്നത്. മലയാള സിനിമ എന്നാൽ അശ്ലീല കഥകളുടെയും കൂട്ടബലാത്സംഗങ്ങളുടെയും അധോലോക തമ്പുരാക്കന്മാരുടെയും ഒക്കെ അരങ്ങു തകർത്ത് ആടിത്തിമർക്കുന്ന കെട്ടുകാഴ്ചകളുടെ അണിയറ കഥകളാണ് എന്നുള്ള കാര്യം നമ്മുടെ മാലോകർക്കൊക്കെ ഏതാണ്ട് എത്രയോ വർഷങ്ങൾക്ക് മുന്നേ അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതിപ്പോൾ നമ്മുടെ കാരണഭൂതൻ്റെ രണ്ടാം ഘട്ട ഗവൺമെൻറ് വലിയ ആഘോഷമാക്കി മലയാള സിനിമയിലെ സ്ത്രീകൾ അല്ലെങ്കിൽ താരസുന്ദരികൾ, ജൂനിയർ ആർട്ടിസ്റ്റുകൾ അവർ നേരിടുന്ന എന്തോ ഒരു വലിയ വിപത്ത് കാരണഭൂതനെന്ന പിണറായി വിജയൻ തൻ്റെ രണ്ടാം ഘട്ട ഗവൺമെൻറ്റിൻ്റെ കാലത്ത് അതൊക്കെ അങ്ങ് പരിഹരിക്കാൻ പോകുന്നു എന്നുള്ള രീതിയിലാണ് ഈ കഥകളൊക്കെ ഇപ്പോൾ ആഘോഷമാക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇന്നലെ എന്ന പോലെ തന്നെ ഇന്നും നാളെയും ഈ സംഭവ കഥകളിലൊന്നും ഒരു ചുക്കും ചെയ്യാൻ പിണറായി വിജയൻ്റെ ഗവൺമെൻറ്റിന് സാധിക്കില്ല എന്ന് മാത്രമല്ല, ഇവിടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പരിഗണിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട തെളിവുകളായി കൊണ്ടുവന്നിരിക്കുന്ന ഒരു പവർ ഗ്രൂപ്പ്, മലയാള സിനിമയെ അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്ന 15 താരരാജാക്കന്മാരും അവരോട് ചേർന്ന് നിൽക്കുന്ന കുറച്ചാളുകളും ഉൾക്കൊള്ളുന്ന ഒരു ഗ്രൂപ്പ്, ആ ഗ്രൂപ്പിനെ ഒരു ചുക്കും ചെയ്യാൻ പിണറായി വിജയന് സാധിക്കില്ല എന്ന് മാത്രമല്ല, പിണറായി വിജയനോടും നമ്മുടെ മറ്റ് രാഷ്ട്രീയ സമൂഹത്തോടും ചേർന്ന് നിൽക്കുന്ന താരചക്രവർത്തിമാരാണ് ആ 15 പേർ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്നാൽ ഏതാണ്ട് 10-25 വർഷക്കാലം മുമ്പ് നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്ന കൊച്ചു പുസ്തകം. അക്കാലത്ത് സാമൂഹ്യ മാധ്യമങ്ങളും മൊബൈൽ ഫോണുകളും ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണുകളൊന്നും ഇല്ലാതിരുന്ന ആ കാലഘട്ടത്തിൽ അടങ്ങാത്ത ലൈംഗിക ദാരിദ്ര്യത്തിൽ ജീവിച്ചിരുന്ന മലയാളി സമൂഹം അക്കാലത്ത് ആശ്രയിച്ചിരുന്ന ഏകമാർഗമായിരുന്നു കൊച്ചു പുസ്തകം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന അശ്ലീല കഥകളുടെ ആ കൂമ്പാരം. ഇന്നിപ്പോൾ പിണറായി വിജയൻ ആഘോഷമാക്കുന്ന ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ആ കൊച്ചു പുസ്തകത്തിൻ്റെ അതേ ഗൗരവം മാത്രമേ കേരളീയ സമൂഹം നൽകുന്നുള്ളൂ എന്നുള്ളത് പിണറായി വിജയൻ തിരിച്ചറിയില്ല. പിണറായി വിജയനോട് ചേർന്ന് നിൽക്കുന്ന ആളുകളും തിരിച്ചറിയില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ആ സംഭവം തന്നെയാണ്. 15 അംഗങ്ങളുള്ള പവർ ഗ്രൂപ്പ്. 2017 നവംബർ മാസമാണ് പിണറായി വിജയൻ ഈ മലയാള സിനിമയിലെ നടിമാർ നേരിടുന്ന പ്രശ്നങ്ങൾ എന്താണ് എന്ന് പരിശോധിക്കാൻ വേണ്ടി ഹൈക്കോടതി ജസ്റ്റിസായിരുന്ന ഹേമയെയും മലയാള സിനിമയിലെ തെന്നിന്ത്യയിലെ തന്നെ ഉജ്ജ്വല പ്രതിഭയോടെ വിലസിയിരുന്ന താരസുന്ദരി ശാരദയും അവരൊക്കെ ചേർന്നുള്ള ഒരു കമ്മിറ്റിക്ക് രൂപം നൽകി. ആ കമ്മിറ്റി 2019, അതായത് 2 വർഷത്തിന് ശേഷം വിശദമായൊരു റിപ്പോർട്ട്, 300 പേജുള്ളൊരു റിപ്പോർട്ട്, വീഡിയോ ഓഡിയോ ക്ലിപ്പിങ്ങുകൾ സഹിതം ഇതേ പിണറായി വിജയൻ്റെ കാൽക്കൽ സാഷ്ടാംഗം പ്രണാമത്തോടുകൂടി സമർപ്പിച്ചു. പക്ഷേ 2019 കഴിഞ്ഞ് നാം ഇപ്പോൾ ജീവിക്കുന്നത് 2024-ലാണ്. 5 വർഷക്കാലം പിണറായി വിജയൻ്റെ ക്ലിഫ് ഹൗസിലെ അലമാരക്കുള്ളിൽ പാറ്റയും ഉറുമ്പും ചിതലുമൊക്കെ ഭക്ഷണമാക്കാൻ കാത്തു കിടന്നിരുന്ന ആ സാധനം ഇപ്പോൾ എന്തോ വലിയ കെട്ടുകാഴ്ചയോടെ മാമാങ്കത്തോടു കൂടി പുറത്തിറക്കിയതിന് പിന്നിൽ മറ്റെന്തോ താല്പര്യങ്ങളുണ്ടായിരിക്കും എന്നുള്ളതാണ് വാസ്തവം. അതായത് ഇപ്പോൾ വന്ന ഈ കഥകളൊന്നും വലിയ പുതുമയുള്ള കഥയല്ല എന്ന് കാരണഭൂതൻ തിരിച്ചറിയണം. കാരണഭൂതനോട് ചേർന്ന് നിൽക്കുന്ന ആളുകളും തിരിച്ചറിയണം. ജനങ്ങളെ വിഡ്ഢികളാക്കാൻ വേണ്ടി, കേരളത്തിലെ പൊതുസമൂഹത്തെ ആക്ഷേപിക്കാൻ വേണ്ടി ചമച്ചിറക്കി കൊണ്ടുവന്ന ഒരു സാധനം, അതിലപ്പുറം യാതൊരു പരിഗണനയും ഇന്ന് പുറലോകം കണ്ടു എന്ന് അവകാശപ്പെടുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനില്ല. അല്ലെങ്കിൽ കുറച്ച് പേജുകൾ, അതിലെ വിഭവങ്ങൾ ഇപ്പോഴും പുറത്തറിയാതെ പുറത്തിറക്കാതെ ഫ്രീസറിൽ തന്നെ ഇരിപ്പുണ്ട് എന്നുള്ളത് മറ്റൊരു വാസ്തവമാണ്. ആ 3 പേജുകൾ എന്തുകൊണ്ട് പിണറായി വിജയൻ ഗവൺമെൻറ് പുറത്തിറക്കുന്നില്ല എന്നുള്ളത് ആളുകളെ വിഡ്ഢികളാക്കുന്ന കൂട്ടത്തിൽ അതും കൂടി പറഞ്ഞാൽ വളരെ ഉപകാരമായിരിക്കും. ഇനി പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും പുറത്തിറക്കിയാലും ഇല്ലെങ്കിലും ആ 3 പേജുകൾക്കുള്ളിൽ അടയിരിക്കുന്ന പേരുകൾ ഈ 15 അംഗ താരരാജാക്കന്മാരുടെയും അവരോട് ചേർന്ന് നിൽക്കുന്ന പ്രബലരായ മറ്റാളുകളുടെയും മലയാള സിനിമയിൽ ഒരു സാമ്രാജ്യം രൂപീകരിച്ച് കൂട്ടബലാത്സംഗത്തിനും പീഡനങ്ങൾക്കും നേതൃത്വം നൽകിയ ആളുകളുടെ പേരുകളാണ് ആ 3 പേജുകൾക്കുള്ളിൽ അടയിരിക്കുന്നത് എന്ന് ഇനി പിണറായി വിജയൻ പ്രത്യേകിച്ച് വിളിച്ചു പറയേണ്ട ആവശ്യമൊന്നുമില്ല. കേരളീയ പൊതുസമൂഹം അത് വളരെ വ്യക്തമായി തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. 2016-ലാണ് 1ാം ഘട്ട പിണറായി വിജയൻ്റെ ഗവൺമെൻറ് കേരളത്തിൽ അധികാരത്തിലെത്തുന്നത്. അതിനൊക്കെ ഒട്ടേറെ കാലങ്ങൾക്ക് മുമ്പ് മലയാള സിനിമയെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ അശ്ലീല കഥകൾക്ക് പുറമെ മറ്റു ചില ഒട്ടേറെ സംഭവങ്ങൾ കൂടി ഉണ്ടായി. മഹാനടൻ തിലകനെതിരെ അവരുടെ താര രാജാക്കന്മാരുടെ സംഘടന അമ്മ വളരെ പ്രത്യക്ഷമായി രംഗത്ത് വന്നു.
ആ തിലകൻ എന്ന താര രാജാവ് പിന്നീട് സീരിയൽ അഭിനയിക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തി. പക്ഷെ അവിടെയും അദ്ദേഹത്തിന് പരാജയമുണ്ടായി. അവിടെയും സീരിയലിൽ പോലും അഭിനയിച്ച ഒരു 500 രൂപ പോലും പ്രതിഫലം വാങ്ങാൻ ആ മഹാനടന് സാധിക്കാതെ പോയി. ഇന്നിപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ മമ്മൂട്ടിയും മോഹൻലാലും ദിലീപും ഉൾപ്പെടുന്ന വലിയൊരു ലോബിയാണ് അക്കാലഘട്ടത്തിൽ തിലകനെതിരെ ചരട് വലിച്ചത് എന്നുള്ളതാണ്. പിന്നീട് അമ്പലപ്പുഴ സ്വദേശിയായ ഒരു നാടക സ്നേഹി അദ്ദേഹം ആ മഹാനടനെ അഭിനയ രംഗത്തേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിനു വേണ്ടി ഒരു നാടക കമ്പനി തന്നെ ആരംഭിക്കുകയും നാടകത്തിൽ അദ്ദേഹം വേഷമിടുകയും ചെയ്തു എന്നുള്ളത് ചരിത്രമാണ്. അപ്പോൾ സ്ത്രീകൾക്കെതിരെ മാത്രമല്ല, തങ്ങൾക്ക് നിരക്കാത്ത ആളുകൾക്ക് എതിരെ മൊത്തം അവരെ ആകമാനം വീട്ടിലിരിക്കാൻ പോലും സാധിക്കാത്ത നിലയിൽ തളച്ചിടാനുള്ള ഗുണ്ടാ സംഘങ്ങളുമായാണ് മമ്മൂട്ടിയും മോഹൻലാലും ദിലീപും അങ്ങനെ ആരൊക്കെയാണോ അവരൊക്കെ ഉൾപ്പെടുന്ന ഈ താര സാമ്രാജ്യ ലോകം ഒരു അധോലോകത്തിന്റെ പ്രൗഢിയോടെ മലയാള സിനിമയിൽ പ്രവർത്തിക്കുന്നത്. അതിനുവേണ്ടി അതിന് ശക്തി ഊർജം കൂടുതൽ കിട്ടുന്നതിനു വേണ്ടി അവർ പിണറായി വിജയന്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ആയുധമാക്കുകയും ചെയ്തു എന്നുള്ളിടത്താണ് ഈ കഥകളൊക്കെ അവസാനിക്കുന്നത്. നമുക്കറിയാം, ഈ പറഞ്ഞ ആളുകളൊക്കെ സംസ്ഥാനത്ത് ഇടതുപക്ഷ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളാണ്. മമ്മൂട്ടി കൈരളി TV-യുടെ ചെയർമാനാണ്. KV ഗണേഷ് കുമാർ ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭയിൽ ഗതാഗത മന്ത്രിയായിരുന്ന കാലത്ത് തന്റെ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട് ചില വ്യക്തിപരമായ പ്രശ്നങ്ങളുടെ പേരിൽ സ്വന്തം ഭാര്യയിൽ നിന്നും ചില ആക്രമണങ്ങൾ ഉണ്ടായപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അവസ്ഥയിലാണ് LDF-ലേക്ക് ചേക്കേറുന്നത്. LDF ഒരു പൊതു മാർക്കറ്റിന്റെ ദുർഗന്ധത്തിലേക്ക് വഴിമാറിയത് ആ കാലഘട്ടം മുതൽക്കാണ്. ഇടതുപക്ഷത്തിന്റെ പ്രസക്തി ആ കാലഘട്ടം മുതൽ ഇല്ലാതായി. പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാവും, മന്ത്രിയായിരുന്ന ഗണേഷ് കുമാർ മർദ്ദനത്തിനിരയാവുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ യാമിനി തങ്കച്ചി ഡൈവേഴ്സ് നോട്ടീസ് അയക്കുന്നു. ഗണേശന്റെ വിവാഹബന്ധം വേർപെടുന്നു. ഗണേശൻ വീണ്ടും വിവാഹിതനാവുന്നു. ഇതിനൊക്കെ ആശീർവാദം ചൊരിഞ്ഞു കൊടുത്തത് സംസ്ഥാനത്തെ മാർക്സിസ്റ്റ് രാഷ്ട്രീയമാണ്, ഇടതുപക്ഷ രാഷ്ട്രീയമാണ്. പിന്നീട് പിണറായി വിജയന്റെ മാനസപുത്രനായി സംസ്ഥാന മന്ത്രിസഭയിലെത്തി. ഇപ്പോഴും സംസ്ഥാനത്തെ ഗതാഗത വകുപ്പിന്റെ മന്ത്രിയായി പിണറായി വിജയൻ മന്ത്രിസഭയിൽ വിജയശ്രീലാളിതനായി നിൽക്കുന്ന ആളാണ് KV ഗണേഷ് കുമാർ. തിലകനെ സീരിയൽ മേഖലയിൽ വിലക്കേർപ്പെടുത്തിയ കാലത്ത് സീരിയൽ താരങ്ങളുടെ സംഘടനയായിരുന്ന ആത്മയുടെ നേതാവായിരുന്നു ഗണേഷ് കുമാർ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിട്ട് ഏതാണ്ട് 5-6 ദിവസങ്ങളായെങ്കിലും ഗണേഷ് കുമാറിന്റെ തിരുവായിൽ നിന്നും ഇതുവരെ യാതൊരു ഉത്തരവും പുറത്തു വന്നിട്ടില്ല. മറ്റൊരാൾ മുകേഷാണ്. ആ 15 അംഗ പവർ ഗ്രൂപ്പിൽ മുകേഷ് ഉണ്ടായിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം മുകേഷും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോട് ചേർന്ന് നിൽക്കുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രസ്ഥാനത്തിന് സംസ്ഥാനത്ത് ഏറ്റവും അധികം വേരോട്ടമുള്ള കൊല്ലം ജില്ലയിലെ ഇടതുപക്ഷ നേതാക്കളെ ആകെ തൃണവൽ ഗണിച്ചുകൊണ്ട് അവർക്ക് യാതൊരു വിലയും നൽകാതെ രാഷ്ട്രീയവുമായി പ്രത്യക്ഷമായി യാതൊരു ബന്ധവുമില്ലാത്ത മുകേഷിനെ അവിടെ നിയമസഭയിലേക്ക് മത്സരിപ്പിക്കുന്നു, ജയിപ്പിക്കുന്നു. ഇപ്പോൾ ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി പിണറായി വിജയൻ നിർദ്ദേശിച്ച പേരാണ് മുകേഷിന്റെ പേര്. മുകേഷ് അവിടെ മത്സരിച്ചു, പരാജയപ്പെട്ടു. എതിർ സ്ഥാനാർത്ഥി NK പ്രേമേന്ദ്രനായിരുന്നു. പ്രേമേന്ദ്രനോട് ഏറ്റുമുട്ടാനുള്ള ത്രാണിയൊന്നും മുകേഷിനില്ല എന്നുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കൾക്കും പിണറായി വിജയനും ഒന്നും അറിയാത്തത് കൊണ്ടല്ല. പക്ഷെ അത് ചില വാഗ്ദാനങ്ങളുടെ, ചില കരസ്പർശങ്ങളുടെ ഉത്തര സൂചികയായി കൊണ്ടാണ് മുകേഷിന് ആ കൊല്ലം പാർലമെന്റ് സീറ്റ് വെച്ച് നീട്ടിയത്. അതിദയനീയമായി മുകേഷ് പരാജയപ്പെട്ടു. ഒരുപക്ഷെ അവിടെ CPM-ന്റെയോ CPI-യുടെയോ ഒരു സ്ഥാനാർത്ഥിയാണ് NK പ്രേമേന്ദ്രനെതിരെ മത്സരിച്ചിരുന്നതെങ്കിൽ ഒരു മത്സരമെങ്കിലും ആ മണ്ഡലത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാമായിരുന്നു. പക്ഷെ ഇതൊക്കെ അഭിസംബോധന ചെയ്യുന്നത് ഈ മലയാള സിനിമയിലെ 15 അംഗ പവർ ഗ്രൂപ്പും സംസ്ഥാനത്തെ മാർക്സിസ്റ്റ് രാഷ്ട്രീയവും ഇടതുപക്ഷ രാഷ്ട്രീയവും തമ്മിലുള്ള അവിശുദ്ധ ബന്ധങ്ങളാണ്. അത്തരം അവിശുദ്ധ ബന്ധങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ടാണ് ആ 15 അംഗങ്ങളുടെ പേരുകൾ പിണറായി വിജയൻ പുറത്തു പറയാത്തത്. ജസ്റ്റിസ് ഹേമ നൽകിയ റിപ്പോർട്ടിൽ ആ 15 അംഗങ്ങളുടെ പേരുകളുണ്ട്. അവർക്കെതിരായുള്ള ഓഡിയോ ക്ലിപ്പുകളുണ്ട്, വീഡിയോ ക്ലിപ്പുകളുണ്ട്. പക്ഷെ പിണറായി വിജയൻ ആളെ കബളിപ്പിച്ചുകൊണ്ട് ആ 300 പേജിൽ നിന്നും 297 പേജ് അശ്ലീല കഥകൾ നടിമാർ താമസിക്കുന്ന ഹോട്ടലിൻ്റെ വാതിലിൽ മലയാള സിനിമയിലെ ചില നടന്മാരും ചില അനുബന്ധ ആളുകളുമൊക്കെ പോയി തട്ടി വിളിക്കുന്നു, മുട്ടി വിളിക്കുന്നു, വാതിൽ ചവിട്ടിപ്പൊളിക്കുന്നു, സ്ത്രീകളെ മാന്താൻ നോക്കുന്നു, ചൊറിയാൻ നോക്കുന്നു, അവർ കുളിക്കുന്ന ഇടങ്ങളിൽ ഒളികണ്ണിട്ട് നോക്കുന്നു, ഷൂട്ടിംഗ് നടക്കുന്ന സ്ഥലത്ത് അവർക്ക് മൂത്രപ്പുര അനുവദിക്കുന്നില്ല, അവർക്ക് പരസ്യമായി മൂത്രമൊഴിക്കേണ്ടി വരുന്നു, പരസ്യമായി കുളിക്കേണ്ടി വരുന്നു. ഇത്തരത്തിലുള്ള ചില അപസർപ്പക കഥകളൊക്കെ പൊതുസമൂഹത്തിലേക്ക് തള്ളിവിട്ട് ഈ 15 അംഗ പവർ ഗ്രൂപ്പിനെ സംരക്ഷിക്കാനുള്ള വെപ്രാളം, അതാണ് പിണറായി വിജയൻ ഈ റിപ്പോർട്ട് പുറത്തുവിട്ടതിലൂടെ കാണിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ മലയാള സിനിമയോട് മാത്രമല്ല, കേരളത്തിലെ അത്യാവശ്യം ബുദ്ധിയും സാമർഥ്യവും ചിന്താശേഷിയും ഒക്കെയുള്ള ജനതയോട് കാണിക്കുന്ന നന്ദികേടാണ്, ആഭാസമാണ് എന്നുള്ള കാര്യം
കാരണഭൂതൻ തിരിച്ചറിയണം എന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു. പക്ഷെ കാരണഭൂതൻ തിരിച്ചറിഞ്ഞാലും ഇല്ലെങ്കിലും, ആ റിപ്പോർട്ട് പുറത്തുവിട്ടാലും ഇല്ലെങ്കിലും, ഈ 15-അംഗ പവർ ഗ്രൂപ്പിൽ അതിശക്തരായി മലയാള സിനിമയെയും മലയാള രാഷ്ട്രീയത്തെയും ഇടതുപക്ഷ രാഷ്ട്രീയത്തെയും പൂട്ടിലാക്കിയ ഈ 15 അംഗങ്ങൾ ആരൊക്കെയാണ് എന്നുള്ള കാര്യത്തിൽ മലയാളികൾക്കൊരു പൊതുബോധമുണ്ട്. അവരതിൽ ഉറച്ചു വിശ്വസിക്കും. നീണ്ട 8 വർഷക്കാലത്തെ ഭരണം കൊണ്ട് കേരള സമൂഹത്തെ കണ്ണുകെട്ടിച്ച് ഒരു മാജിക്കുകാരന്റെ പരിവേഷത്തോടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി വിജയൻ ഇനി അങ്ങോട്ടുള്ള കാലഘട്ടത്തിലും ആ കലാപരിപാടി തുടർന്നുകൊണ്ട് പോകുന്നതിൽ അർത്ഥമില്ല. കാരണം അത്രയ്ക്കും പൊട്ടന്മാരല്ല മലയാളികൾ എന്നുള്ള കാര്യമെങ്കിലും തിരിച്ചറിയണം എന്ന് മാത്രം ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുന്നു.